ബഹിരാകാശ പ്രേമികളെയും ദുരൂഹ സിദ്ധാന്തക്കാരെയും കുഴക്കിയ ഗ്രഹം. അതെ, പ്ലാനറ്റ് 9 ദുരൂഹത തുടരുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വെളിയിലുള്ള ഗ്രഹമായ നെപ്റ്റ്യൂണിനപ്പുറം സാധാരണ ചിഹ്നഗ്രഹങ്ങളെക്കാളും വാൽ നക്ഷത്രങ്ങളെക്കാളും വലുപ്പമേറിയ ഒരു വസ്തുവിനെ ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തി. പുതിയ കുള്ളൻ ഗ്രഹമാകാം ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2017 OF201 എന്നു പേര് നൽകിയിരിക്കുന്ന ഈ വസ്തുവിനെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ ടെലസ്കോപ്പുകളിലെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കണ്ടെത്തിയത്. ഏകദേശം 700 കിലോമീറ്റർ വ്യാസമുള്ള ഈ വസ്തുവിന് ഗോളാകൃതിയാണ്. 25,000 വർഷങ്ങളെടുത്താണ് ഇത് സൂര്യനെ ഒരു തവണ ഭ്രമണം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സവിശേഷതകൾ പഠിച്ച ഗവേഷകർ മറ്റൊരു പ്രാധാന്യമുള്ള വസ്തുതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. നിലവിലെ 8 ഗ്രഹങ്ങൾ കൂടാതെ നെപ്റ്റ്യൂണിനപ്പുറം സ്ഥിതി ചെയ്യുന്നുണ്ടാകുമെന്ന് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്ന പ്ലാനറ്റ് 9 എന്ന 9ാം ഗ്രഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇതോടെ മങ്ങുകയാണ്. എന്താണ് പ്ലാനറ്റ് 9? 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നെപ്റ്റ്യൂണിനപ്പുറം സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് വസ്തുക്കളെപ്പറ്റി മനുഷ്യന് അറിവുണ്ടായിരുന്നില്ല. 1894 ബോസ്നിയൻ വാനനിരീക്ഷകനായ പെർസിവൽ ലോവൽ നെപ്റ്റ്യൂണിനപ്പുറം ഒരു വലിയ ഗ്രഹമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. സൗരയൂഥത്തിൽ സൂര്യന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ ചില പിഴവുകളുണ്ട്. ഈ പിഴവുകൾ നമുക്ക് അറിയാത്ത ഏതോ അജ്ഞാത ഗ്രഹത്തിന്റെ ഭൂഗുരുത്വ ബലം മൂലം സംഭവിക്കുന്നതാണെന്ന് ലോവൽ സമർത്ഥിച്ചു. പ്ലാനറ്റ് എക്സ് എന്നാണ് അദ്ദേഹം ആ അജ്ഞാത ഗ്രഹത്തിന് പേര് നൽകിയത്. പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താനുള്ള ലോവലിന്റെ ശ്രമങ്ങൾ എങ്ങുമെത്തിയില്ല. അദ്ദേഹം അന്തരിച്ചു. പക്ഷേ 1930 പ്ലൂട്ടോയെ കണ്ടെത്തിയതോടെ പ്ലൂട്ടോ പ്ലാനറ്റ് എക്സ് ആണെന്ന് കുറച്ചുനാൾ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു. വലിയൊരു സംഭവമായിരുന്നു അത്. ആ വിശ്വാസം അധികകാലം നിന്നില്ല. കൂടുതൽ പഠനങ്ങൾ നടന്നു. ലോവൽ പറഞ്ഞതുപോലെ നെപ്റ്റ്യൂൺ, യുറാനസ് എന്നീ വമ്പൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ വക്രത വരുത്താനുള്ള ശേഷിയൊന്നും പ്ലൂട്ടോയ്ക്കില്ലെന്ന് തെളിഞ്ഞു. അതോടെ പ്ലാനറ്റ് എക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും സജീവമായി. 1990 റോബർട്ട് ഹാരിങ്ടൺ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും ഇത്തരമൊരു സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു. ഹാരിങ്ടണിന്റെ ഗവേഷണം കുറച്ചുനാൾ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായെങ്കിലും 1992 ജ്യോതിശാസ്ത്രജ്ഞനായ മെൽ സ്റ്റാൻഡിഷ് ഇതെല്ലാം തള്ളി. എന്നാൽ താമസിയാതെ പ്ലൂട്ടോയ്ക്കപ്പുറം എറീസ്, ഡെയ്ന, ഖോയാർ, വരുണ, ഓമിയ തുടങ്ങിയ ഒട്ടേറെ കുള്ളൻ ഗ്രഹങ്ങളെ കണ്ടെത്തി. ഇതോടെയാണ് വീണ്ടും അവിടെ ഗ്രഹങ്ങളുണ്ടായേക്കാം എന്ന ചിന്ത ശാസ്ത്രജ്ഞരിൽ നിറഞ്ഞത്. ഇങ്ങനെയൊരു ഗ്രഹമുണ്ടെങ്കിൽ ആ സാങ്കല്പിക ഗ്രഹത്തിന് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര് പ്ലാനറ്റ് 9 എന്നാണ്. കണ്ടെത്തുന്നതുവരെ പ്ലാനറ്റ് 9 ശാസ്ത്രലോകത്തിന് അത് ഇല്ലാത്ത ഗ്രഹം തന്നെ. എന്നാൽ അങ്ങനെയൊരു ഗ്രഹമുണ്ടാകാനുള്ള സാധ്യത പല ശാസ്ത്രജ്ഞരും കഴിഞ്ഞ ദശകത്തിൽ പങ്കുവച്ചിരുന്നു. പുതിയ നിരീക്ഷണം. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 2017 OF201 കുള്ളൻ ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ ഗവേഷകർ പഠനം നടത്തിയിരുന്നു. പ്ലാനറ്റ് 9 അവിടെയുണ്ടെങ്കിൽ ഈ കുള്ളൻ ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ വക്രീകരണം ഉണ്ടാകണം. പ്ലാനറ്റ് 9 വലിയ ഗ്രഹമായതിനാലും വലിയ ഗുരുത്വാകർഷണം അതിനുള്ളതിനാലുമാണിത്. എന്നാൽ ഈ വക്രീകരണം കുള്ളൻ ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ കാണാവുന്നതല്ല. ഇതുപോലെ വക്രീകരിക്കപ്പെട്ട ഭ്രമണപഥങ്ങളില്ലാത്ത അനേകം വസ്തുക്കൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയും ശക്തമാണ്. ഇതെല്ലാം പ്ലാനറ്റ് 9 അവിടെ ഉണ്ടാകില്ലെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്ലാനറ്റ് 9 പോലുള്ളൊരു ഗ്രഹം എന്നെങ്കിലും കണ്ടെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലുള്ള വീഡിയോ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇറ്റ്സ് മീ വിനീഷ്. താങ്ക് യു.